മാരിയ ജോസഫ് പണ്ഡിതനാണ്, പഠിച്ച ദൈവശാസ്ത്രജ്ഞനാണ്, വചന പ്രഘോഷകനാണ്, 10 ഭാഷകളിൽ വൈദഗ്ധ്യമുള്ളവനാണ്. അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകളിൽ അദ്ദേഹം വിവരിക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ വായിക്കു വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരുടെയും ഭാവനയ്ക്കും ചിന്താശക്തിക്കും അനുസരിച്ച് തിയോളജിയും ഫിലോസഫിയും ഒക്കെ വിഡ്ഢിത്തത്തിനും ഭോഷത്വത്തിനും വഴിമാറുന്നത് കരുതേണ്ടിയിരിക്കുന്നു. ഈ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്ന് അർത്ഥമില്ല കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് മാരിയോ ജോസഫ് ഈ കണ്ണാടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ മോനാന്ന് അർത്ഥമില്ല, ഇതെൻ്റെ മോളാന്ന് അർത്ഥമില്ല, ഇത് എൻ്റെ സൃഷ്ടിയാണെന്നാണ് അർത്ഥം. ഈ കണ്ണാടി മാരിയോയുടെ സൃഷ്ടിയാണ്. മാരിയ ജോസഫ് കണ്ണാടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് പമ്പര വിഡ്ഢിത്തമാണ്. കാരണം സൃഷ്ടി ദൈവത്തിന് മാത്രം സാധ്യമായ ഒന്നാണ്. അപ്പൊ മാരിയോ ദൈവത്തിന്റെ പ്രതിമയാണ്, ഇത് കേൾക്കുന്ന അപ്പച്ചൻ ദൈവത്തിന്റെ പ്രതിമയാണ്, അമ്മച്ചി ദൈവത്തിന്റെ പ്രതിമയാണ്, കൂട്ടുകാർ ദൈവത്തിന്റെ പ്രതിമകളാണ്, സകല മനുഷ്യരും ദൈവത്തിന്റെ പ്രതിമകളാണ്. അധികമായാൽ അമൃതം വിഷം എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ടല്ലോ. ജ്ഞാനത്തിന്റെ ആധിക്യം മൂലം സമനില തെറ്റി മനസ്സിന് വിഭ്രാന്തിയിൽ നിന്ന് ഉയരുന്ന മാരിയോയുടെ ജൽപ്പനങ്ങളാണ് ഇവയെന്ന് കരുതേണ്ടതുള്ളൂ. എനിക്ക് എൻ്റെ അപ്പൻ്റെ സാദൃശ്യവും ഛായയുമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പൻ്റെ പ്രതിമയാണെന്നല്ല അർത്ഥം. പ്രത്യേക ഞാൻ എൻ്റെ അപ്പനെ പോലെ ആണെന്നും അപ്പനോട് എനിക്ക് സാമ്യമുണ്ടെന്നുമാണ് വിവക്ഷിക്കുന്നത്. കേരള കത്തോലിക്ക സഭയിൽ ഇത്രമാത്രം ഗോളൊക്കെ സൃഷ്ടിക്കുന്ന വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും സമൂഹ മധ്യത്തിൽ കൊടും വിഷം പരത്തുമ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലുള്ള സഭാ നേതൃത്വത്തിന്റെ നിസ്സംഗത മനോഭാവം അനേകരുടെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ കാരണമാകും. സുവിശേഷ സത്യങ്ങളിൽ, സഭയുടെ വിശ്വാസ സംഹിതകളിൽ, പഠനങ്ങളിൽ, പ്രബോധനങ്ങളിൽ മായം ചേർക്കപ്പെടുമ്പോൾ സഭാധികാരികളുടെ നിസ്സംഗതാഭാവം അക്ഷന്തവ്യമാണ്, അപഹാസ്യമാണ് എന്ന് പറയാൻ തരമില്ല. സ്നേഹമുള്ളവരെ, മാരിയോ ജോസഫ് അതിപ്രശസ്തനായ വചനപ്രഘോഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ, മോട്ടിവേഷൻ ടോക്കർ തുടങ്ങി വിവിധങ്ങളായ മേഖലകളിൽ ആദരണീയനായ അദ്ദേഹം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിവാദ പുരുഷനാണ് എന്ന് പറയുന്നത് തെറ്റില്ല എന്ന് ഞാൻ കരുതട്ടെ. കാരണം ഈ അടുത്ത നാളുകളിൽ അദ്ദേഹവും ഭാര്യ ജിജി മാരിയോയും അതുപോലെ ഫിലോക്കാരിയ എന്ന അവരുടെ പ്രസ്ഥാനവും സാമൂഹ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് യൂട്യൂബിലും വലിയ വാദപ്രതിവാദങ്ങൾക്ക് വിഷയീഭവിക്കുന്നത് കാണാനിടയായി. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ നാളുകളിൽ അതിരൂക്ഷമായ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വിധേയമായതായും കണ്ടു. അതിനെല്ലാം പശ്ചാത്തലത്തിലായിരിക്കണം സടകുടഞ്ഞെണീറ്റ ഒരു സിംഹിയെ പോലെ അഥവാ പ്രതികാര ആവേശത്തോടെ പത്തി വിരിച്ചാടുന്ന ഒരു കരിമൂർക്കൻ മാപ്പിനെ പോലെ തൻ്റെ പ്രതിയോഗൾക്കെതിരെ യുദ്ധകാഹളം മുഴക്കി ഒരു വീഡിയോ പരമ്പര തന്നെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മാരിയ ജോസഫും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജിയും അവരുടെ പ്രസ്ഥാന ഫിലോക്കാരിയായും വളരെയേറെ നല്ല കാര്യങ്ങൾ നന്മ പ്രവർത്തിച്ച് ചെയ്യുന്നതായി കേട്ടിട്ടുണ്ട്. അനേകം ഭവനരഹിതർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നു, രോഗികളെ സഹായിക്കുന്നു, മരുന്ന് ആവശ്യമായവർക്ക് മരുന്നുകൾ വാങ്ങി എത്തിച്ചു കൊടുക്കുന്നു. രണ്ടുപേരും ശക്തരായ പേരുകേട്ട വല പ്രഘോഷകരാണ്. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ അവരെക്കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോകളും പ്രഭാഷണങ്ങളും നല്ലതായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഇത്രമാത്രം വ്യൂവേഴ്സ് അദ്ദേഹത്തിനുള്ളത്. വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയോ ഫിലോക്കാരിയെയോ ആ ഒരു വീഡിയോകളോ ഫോളോ ചെയ്യാറില്ല. കഷ്ടിച്ച് 1-2 വീഡിയോകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണത്തെ പ്രഭാഷണ പരമ്പരയിലെ ഏതാനും ചില വീഡിയോകൾ, പ്രത്യേകിച്ച് ആദ്യത്തെ 2-3 എണ്ണം കാണുവാൻ എന്തോ കാരണമായി. ആ വീഡിയോയിൽ മാരിയ ജോസഫ് അവതരിപ്പിക്കുന്ന 1-2 ആശയങ്ങൾ, ചില പുതിയ തിയോളജി അഥവാ പുതിയ പഠനം അതിനോട് ഒരു വിധത്തിലും യോജിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ പുതിയ തിയോളജിയോടുള്ള വിയോജിപ്പാണ് എൻ്റെ ഈ വീഡിയോയുടെ ആധാരം. എൻ്റെ വിയോജിപ്പ് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ കമൻറ്റ് കോളത്തിൽ ഞാൻ രേഖപ്പെടുത്തിയതിന് അടുത്ത വീഡിയോയിൽ ഉത്തരമുണ്ടാകുമെന്ന മറുപടി ഇട്ടിരുന്നുവെങ്കിലും തൃപ്തികരമായ ഒരു മറുപടി ഇതുവരെ ലഭിക്കാത്തതുകൊണ്ടാണ് ഒരു വീഡിയോയിലൂടെ പ്രതികരിക്കാൻ ഞാൻ തയ്യാറാകുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ അദ്ദേഹം പ്രധാനമായും പങ്കുവയ്ക്കുന്ന 2 ആശയങ്ങൾ: ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ പ്രതിമകളായിട്ടാണ് സൃഷ്ടിച്ചത്, മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിമകളാണ്. അതുപോലെ മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ മക്കൾ അല്ല എന്നീ 2 പ്രസ്താവനകളുള്ള എൻ്റെ വിയോജിപ്പാണ് ഈ വീഡിയോയിലെ വിഷയം. മാരിയ ജോസഫ് പണ്ഡിതനാണ്, പഠിച്ച ദൈവശാസ്ത്രജ്ഞനാണ്, വചന പ്രഘോഷകനാണ്, 10 ഭാഷകളിൽ വൈദഗ്ധ്യമുള്ളവനാണ്. അങ്ങനെ ഒത്തിരിയേറെ നിറഗുണങ്ങളുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ വീഡിയോയിൽ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകളിൽ അദ്ദേഹം വിവരിക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ വായിക്കു വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ട്
ഇത് പറയുന്നത് പോലെ ഓരോരുത്തരുടെയും ഭാവനയ്ക്കും ചിന്താശക്തിക്കും അനുസരിച്ച് തിയോളജിയും ഫിലോസഫിയും ഒക്കെ വിഡ്ഢിത്തത്തിനും ഭോഷത്വത്തിനും വഴിമാറുന്നത് കരുതേണ്ടിയിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ പ്രതിമകളാണ് മനുഷ്യർ എന്നൊരാശയം അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അത് വ്യക്തമല്ല. എന്തോ വല്ലാത്തൊരു അപാകത, ഒരാശയക്കുഴപ്പം അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് കേൾവിക്കാരെ വലിയ തെറ്റിദ്ധാരണയിലേക്കും ആശയക്കുഴപ്പത്തിനും ഒക്കെ കാരണമാകും. നമുക്ക് ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം അനുസരിച്ച് ആദിയിൽ ദൈവം സ്വന്തം ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞു. സ്വന്തം ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്ന് അർത്ഥമില്ല കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് മാരിയോ ജോസഫ് ഈ കണ്ണാടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ മോനാന്നർത്ഥമില്ല, ഇതെൻ്റെ മോളാന്നർത്ഥമില്ല, ഇത് എൻ്റെ സൃഷ്ടിയാണെന്നാണ് അർത്ഥം. ഈ കണ്ണാടി മാരിയോയുടെ സൃഷ്ടിയാണ്. അങ്ങനെയല്ലേ? ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന മേശ ആശാരിയായ ഞാൻ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ സൃഷ്ടി എന്നാണ് അർത്ഥം, മോനെന്നോ മോളെന്നോ അർത്ഥമില്ല. ബഹുമാനപ്പെട്ട മാരിയോ ജോസഫ്, ഇവിടെ താങ്കൾ പറയുന്നതിൽ വലിയൊരു വിഡ്ഢിത്തമുണ്ട്. സൃഷ്ടിക്കുക എന്ന വാക്കിന് ഉണ്ടാക്കുക അല്ലെങ്കിൽ രൂപം കൊടുക്കുക എന്നല്ല അർത്ഥം. ഇല്ലായ്മയിൽ നിന്നും ഒരു വസ്തുവിനെ ഉരുവാക്കുന്നതിനെയാണ് സൃഷ്ടിക്കുക എന്ന് പറയുക. അതായത് ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് എന്തിനെങ്കിലും അസ്തിത്വം നൽകുന്നതിനെയാണ് സൃഷ്ടിക്കുക എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുക. ക്രിയേറ്റ് എന്ന വാക്കിന് അർത്ഥം ബ്രിങ് സംതിങ് ഇൻ ടു എക്സിസ്റ്റൻസ് എന്നാണ്. അത് മാരിയോയ്ക്ക് സാധിക്കുന്ന ഒന്നല്ല. മാരിയോ ജോസഫ് കണ്ണാടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് പമ്പര വിഡ്ഢിത്തമാണ്. കാരണം സൃഷ്ടി ദൈവത്തിന് മാത്രം സാധ്യമായ ഒന്നാണ്. ആശാരിയായ മാരിയോയ്ക്ക് മേശ സൃഷ്ടിക്കാൻ സാധിക്കില്ല, മേശ ഉണ്ടാക്കാനേ കഴിയൂ. അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സൃഷ്ടികളാണെന്ന അർത്ഥം, മോനെന്നൊരർത്ഥം അതിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? മനുഷ്യൻ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ എഴുതണം: ആദിയിൽ ദൈവം സ്വന്തം ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ പ്രസവിച്ചു എന്നെഴുതിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇത് മറ്റൊരു വിഡിത്തമാണ്. പ്രസവിക്കുക എന്നത് ജീവജാലങ്ങളുടെയും മനുഷ്യൻ്റെയും സവിശേഷതയാണ്. പ്രസവിക്കാൻ ദൈവം മനുഷ്യനല്ല. ദൈവം സൃഷ്ടാവാണെന്നും സൃഷ്ടാവായ ദൈവം ചെയ്യുന്ന പ്രവൃത്തി സൃഷ്ടികർമ്മമാണെന്നും അറിവില്ലാഞ്ഞിട്ടോ ബോധ്യമില്ലായ്മ കൊണ്ടോ അതോ വിവരക്കേട് കൊണ്ടോ എന്തായാലും ദൈവത്തെ മനുഷ്യനോടും തരം താഴ്ത്തി കിട്ടുന്ന മാരിയോ ജോസഫിന് കാട് കയറുന്ന ഭാവനയാണ് ഈ ചിന്ത എന്നല്ലാതെ എന്ത് പറയാൻ. തീർച്ചയായും അങ്ങനെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം മാരിയോയ്ക്കുണ്ട്. പക്ഷേ അത് പ്രബോധനമായി, പ്രഭാഷണമായി സമൂഹത്തിൽ അവതരിക്കപ്പെടുമ്പോൾ അതുവഴി അനേകർ വഴിതെറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ചോദ്യം: മനുഷ്യനെ ദൈവം അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ചെന്ന് പറഞ്ഞ ഛായാ സദൃശ്യം. ഈ ഛായാ സദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മലയാളത്തിലാണ് ഛായാ സദൃശ്യം എന്നുള്ളത്. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പല പണ്ഡിതന്മാരും തന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്ന് മാത്രം ഞാനിവിടെ എടുക്കുക. ഹെബ്രായ ഭാഷയിൽ, ഹീബ്രു ഭാഷയിലാണ് ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയത്. അതിൽ ഛായാ സദൃശ്യത്തിന് ഉപയോഗിച്ച ഒരു വാക്ക് സാലെം എന്നാണ്. SALEM, സാലെം. അതൊരു ഹീബ്രു വാക്കാണ്. സാലെം എന്ന ഹീബ്രു വാക്കിനെ അങ്ങനെ തന്നെ മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ പ്രതിമ എന്നാണ് അർത്ഥം. ഐ റിപ്പീറ്റ്, പ്രതിമ എന്നാണ് അർത്ഥം. സാലെം, SALEM എന്ന ഹീബ്രു പദത്തിന് പ്രതിമ എന്നൊരു അർത്ഥം ഇന്റർനെറ്റിൽ പരിധി നോക്കിയിട്ട് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ കണ്ടെത്തിയത് ഇതാണ്: സാലെം is an ancient Middle Eastern town mentioned in the Bible. Salem is Hebrew for peace, similar roots to the more familiar Hebrew word shalom, Hebrew being the original language of the Old Testament. സാലം അല്ലെങ്കിൽ സേലം എന്ന ഹീബ്രു പദത്തിന് ഛായ എന്നാണ് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഛായയും സാദൃശ്യവും എന്ന വാക്കുകൾ ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുക. അദൃശ്യനായ സൃഷ്ടാവിന് ഈ പ്രപഞ്ചത്തിൽ പ്രതിനിധാനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 14:18 അത്യുന്നത പുരോഹിതനും രാജാവായ മെൽക്കീസദേക്ക് വസിച്ച സ്ഥലമാണ് സേലം എന്ന് പറയപ്പെടുന്നുണ്ട്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് മെൽക്കീസദേക്ക്. അതുപോലെ തന്നെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് പ്രതിമ, അല്ല മനുഷ്യർ. എനിക്ക് മനസ്സിലാകാത്ത ഒന്നുണ്ട്. കേരളത്തിലെ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ശുദ്ധ മലയാളവും അതുപോലെങ്കിൽ സാമാന്യം മലയാളികൾക്കെല്ലാം മനസ്സിലാകുന്ന ഇംഗ്ലീഷ് ഭാഷയും ഒക്കെ ഉള്ളപ്പോൾ ആർക്കും ഒരു ചുക്കും പിടികിട്ടാത്ത അറബിയും ഹീബ്രുവും ഉദ്ധരിച്ച് മനുഷ്യനെ എന്തിനു വിഡ്ഢികളാക്കണം? അപ്പൊ എങ്ങനെ വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ? ആദിയിൽ ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞെടുത്ത് ആദിയിൽ ദൈവം തൻ്റെ പ്രതിബിംബമായി അല്ലെങ്കിൽ തൻ്റെ
ശിലയായി മനുഷ്യനെ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം തൻ്റെ പ്രതിമയായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വേണം എഴുതാൻ. അപ്പം മാരിയോ ദൈവത്തിൻ്റെ പ്രതിമയാണ്, ഇത് കേൾക്കുന്ന അപ്പച്ചൻ ദൈവത്തിൻ്റെ പ്രതിമയാണ്, അമ്മച്ചി ദൈവത്തിൻ്റെ പ്രതിമയാണ്, കൂട്ടുകാർ ദൈവത്തിൻ്റെ പ്രതിമകളാണ്, സകല മനുഷ്യരും ദൈവത്തിൻ്റെ പ്രതിമകളാണ്. അധികമായാൽ അമൃതം വിഷം എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ടല്ലോ. ജ്ഞാനത്തിന്റെ ആധിക്യം മൂലം സമനില തെറ്റി മനസ്സിനെ വിഭ്രാന്തിയിൽ നിന്ന് ഉയരുന്ന മാരിയയുടെ ജൽപ്പനങ്ങളാണ് ഇവയെന്ന് കരുതേണ്ടതുള്ളൂ. എനിക്ക് എൻ്റെ അപ്പൻ്റെ സാദൃശ്യവും ഛായയുമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പൻ്റെ പ്രതിമയാണെന്നല്ല അർത്ഥം. പ്രത്യേക ഞാൻ എൻ്റെ അപ്പനെ പോലെ ആണെന്നും അപ്പനോട് എനിക്ക് സാമ്യമുണ്ടെന്നുമാണ് വിവക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. അതിന് മറ്റു യാതൊരർത്ഥവുമില്ല. പക്ഷേ ഇവിടെ ന്യായമായും ഉദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് അല്ലെങ്കിൽ എന്താണ് ദൈവം? എന്താണ് ദൈവത്തിൻ്റെ ഛായ? എന്താണ് ദൈവത്തിൻ്റെ സാദൃശ്യം? ഈ ചോദ്യത്തിന് കത്തോലിക്ക സഭയുടെ പദബോധ ഗ്രന്ഥം കൃത്യവും വ്യക്തവുമായ ഉത്തരം നൽകുന്നുണ്ട്. 253, 254 പാരഗ്രാഫുകളിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ത്രിത്വം ഏകമാകുന്നു. നമ്മൾ വിശ്വസിക്കുന്ന 3 ദൈവങ്ങളിലല്ല, 3 വ്യക്തികളായ ഏക ദൈവത്തിൽ ഏക സത്യത്തോടുകൂടിയ ത്രിത്വത്തിലാണ്. അപ്പോൾ ദൈവം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഛായയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അല്ലാതെ ബഹുമാനപ്പെട്ട മാരിയോ ജോസഫ് അവതരിപ്പിക്കുന്ന പോലെ ഒരു പ്രതിമ ആയിട്ടല്ല. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പ്രതിമയാണെങ്കിൽ ആ ദൈവവും പ്രതിമയായിരിക്കണമല്ലോ. അദ്ദേഹം അവതരിപ്പിക്കുന്ന വിധത്തിൽ ഒരു ആശയമോ തിയോളജിയോ ഇന്നേ വരെ ആരിൽ നിന്നും കേട്ടിട്ടുമില്ല. അവരുടെ വിചിത്രമാണെന്ന് പറയാൻ തരവുമില്ല. ഇനി ദൈവത്തിൻ്റെ സവിശേഷത എന്താണ്? ദൈവം ആത്മാവാണ് എന്നാണ് യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷം 4:23 ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. ദൈവം അശരീരിയാണ്, ശരീരമില്ലാത്ത ആത്മാവാണ്. അപ്പോൾ ആ സാദൃശ്യത്തിലും ഛായയിലുമാണ് ദൈവം മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആത്മാവായിട്ടാണ്, ശരീരമില്ലാത്ത അശരീരിയായിട്ടാണ്. അതാണ് ഉൽപ്പത്തി 1:27 പറയുന്നത്. അങ്ങനെ ദൈവം തന്നെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവരെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അപ്പോൾ ആത്മാവാണ് മനുഷ്യൻ. ആത്മാവായിട്ട് അരൂപിയായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആത്മാവായ മനുഷ്യനെ പൊതിയുന്ന കവചമാണ്, ആത്മാവിനെ വഹിക്കുന്ന ആലയമാണ് മനുഷ്യ ശരീരം. ഇവിടെ വചനം വ്യക്തമായി പറയുന്നത് മനുഷ്യനെ എന്നാണ്. അതൊരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചല്ല അങ്ങനെ അവിടെ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ എന്നത് പൊതുനാമം, ഒരു കോമൺ നൗൺ ആണ്. ഒന്നിലധികം വ്യക്തികളെ ഉദ്ദേശിച്ചിട്ടാണ്, ഒരു ബഹുവചനമായിട്ടാണ് മനുഷ്യൻ എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും വചനം പറയുന്നു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അവൻ വളരെ വ്യക്തമായി പറയുകയാണ് അവരെ എന്ന്. ആരാണ് ഈ അവർ? അത് വളരെ വ്യക്തമാണ്, ആദവും ഹവ്വയും. പക്ഷേ അവരെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും, അതായത് ആത്മാവായിട്ട് അശരീരികളായിട്ട് ശരീരമില്ലാത്തവരായിട്ടാണ് ദൈവം ആദ്യം അവരെ സൃഷ്ടിച്ചത്. അതാണ് മതബോധ ഗ്രന്ഥം 363 പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നു, വിശുദ്ധ ലിഖിതത്തിൽ ആത്മാവെന്ന സംജ്ഞ പലപ്പോഴും മനുഷ്യ ജീവനെയോ സമ്പൂർണ്ണ മനുഷ്യ വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ആത്മാവെന്ന പദം മനുഷ്യനിലെ ഏറ്റവും അമൂല്യമായ അവൻ്റെ അന്തസത്തയെ സൂചിപ്പിക്കുന്നു. ഈ അന്തസത്തയിലാണ് അവൻ വളരെ സവിശേഷമായ വിധം ദൈവത്തിൻ്റെ ഛായ സംഭവിക്കുന്നത്. ചുരുക്കത്തിൽ ആത്മാവെന്ന സംജ്ഞ മനുഷ്യനിലെ ആധ്യാത്മിക തലത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, പിന്നെ മനുഷ്യൻ എങ്ങനെ ശരീരമുള്ളവനായി? അതിന് ഉത്തരമാണ് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ 7 മുതലുള്ള വചനഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ നാസാരന്ധങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ദൈവം പൂഴി കൊണ്ട് രൂപകൽപ്പന ചെയ്ത ആ രൂപത്തെ പ്രതിമയെന്നോ മൻരൂപമെന്നോ ഒക്കെ വിളിക്കാം. ആ രൂപത്തിനുള്ളിലേക്ക് ദൈവം നിശ്വസിച്ച ജീവന്റെ ശ്വാസമാണ് മുമ്പ് തൻ്റെ സാഹചര്യത്തിലും ഛായയിലും ദൈവം സൃഷ്ടിച്ച ആ ആത്മാവ്. ഈ ആത്മാവിനെ ഉൾക്കൊണ്ട് ദൈവം പൂഴി കൊണ്ട് രൂപകൽപ്പന ചെയ്ത ആ മൺരൂപത്തിന് ജീവൻ പ്രാപിച്ചതാണ് ആദം എന്ന ദൈവം പേര് വിളിച്ച ആദ്യ മനുഷ്യൻ ആദം. അവൻ്റെ ഭാര്യരിൽ നിന്ന് അവൻ ഇണയായി തുടയായി ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു. ആ ദൈവത്തിൻ്റെ സാദൃശ്യവും ഛായയുമാർന്ന ദൈവിക വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് അവർ, വ്യക്തികളാണ്, ഒരിക്കലും പ്രതിമകളായിരുന്നില്ല. സഭയുടെ മതബോധ ഗ്രന്ഥം പാരഗ്രാഫ് 357 വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മാഹാത്മ്യമുണ്ട്. അവൻ കേവലം ഒരു വസ്തുവല്ല, ഒരു ആളാണ്. സ്വയം അറിയുവാനും സ്വയം ഉൾക്കൊള്ളുവാനും സ്വതന്ത്രമായി സ്വയം ദാനം ചെയ്യുവാനും ഇതര വ്യക്തികളുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും കഴിവുള്ളവനാണ് മനുഷ്യൻ.
ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സ്നേഹം, സവിശേഷ ബുദ്ധി, സ്വാതന്ത്ര്യം എന്നീ ദൈവിക സവിശേഷതകളോടെ സൃഷ്ടിച്ചു. എന്താണ് അർത്ഥം? ഒരു പ്രതിമയ്ക്ക് ഇത്രയും കഴിവുള്ളതായി എനിക്കറിവില്ല. ബഹുമാനപ്പെട്ട മാരിയ ജോസഫ് മനുഷ്യനെ പ്രതിമ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇന്നേ വരെ ആരും പറഞ്ഞു കേട്ടില്ലാത്ത ഈ പുതിയ തിയോളജിയുടെ അർത്ഥതലം കൂടി പുതിയ വ്യക്തമായി മനസ്സിലാക്കുന്ന വിധത്തിൽ പഠിപ്പിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ഈ പഠനം ഒരു അബദ്ധ സിദ്ധാന്തമായി അവശേഷിക്കും. ഇത്തരം പോഷത്വങ്ങൾ അദ്ദേഹത്തെ പോലെ പ്രസിദ്ധരായ വ്യക്തിയിൽ ആധികാരികത പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ അത് സാധാരണ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും, അവരെ വഴിതെറ്റിക്കും. ഇതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രബോധനവും. വളരെ തന്മയത്വത്തോടെ തന്ത്രപരമായി വിശുദ്ധ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള അവതരണം ആരെയും വഴിതെറ്റിക്കാൻ പര്യാപ്തമാണ്. ആ വിഷയത്തെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോ പ്രതിപാദിക്കാം. കേരള കത്തോലിക്ക സഭയിൽ ഇത്രമാത്രം കോളങ്ങൾ സൃഷ്ടിക്കുന്ന വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും സമൂഹ മധ്യത്തിൽ കൊടും വിഷം പരത്തുമ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലുള്ള സഭാ നേതൃത്വത്തിന്റെ നിസ്സംഗത മനോഭാവം അനേക വിശ്വാസ യുദ്ധ തകർക്കാൻ കാരണമാകും. സത്യമേതെന്നറിയാതെ സാമൂഹ്യ മാധ്യമങ്ങൾ നിറഞ്ഞു കവിയുന്ന ജൽപ്പനങ്ങളുടെയും കെട്ടുകഥകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അസത്യങ്ങളുടെയും നടുവിൽ നട്ടം തിരിയുന്ന പാവം വിശ്വാസി കണ്ണിന് കൗതുകവും കാതിന് ഇമ്പമുള്ളവയും സ്വീകരിച്ച് വഴിതെറ്റി സഭയാകുന്ന പ്രതീസ വിട്ട് പെന്തക്കോസ്തൽ സഭകളിലേക്കും സെക്ടുകളിലേക്കും ചെന്ന് അടിയുമ്പോൾ സുവിശേഷ സത്യങ്ങളിൽ, സഭയുടെ വിശ്വാസ സംഹിതകളിൽ, പഠനങ്ങളിൽ, പ്രബോധനങ്ങളിൽ മായം ചേർക്കപ്പെടുമ്പോൾ സഭാധികാരികളുടെ നിസ്സംഗതാഭാവം അക്ഷന്തവ്യമാണ്, അപഹാസ്യമാണ് എന്ന് പറയാൻ തരമില്ല. ആർക്കും എപ്പോൾ എവിടെ എന്തു വേണമെങ്കിലും പറയാനും പഠിപ്പിക്കാനുമുള്ള വേദികളായി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കേരള സഭയുടെ മതാധ്യാപന വിശ്വാസ തലത്തിൽ പ്രബോധനങ്ങളെയും പ്രഭാഷണങ്ങളെയും പഠനങ്ങളെയും ഒക്കെ സസൂക്ഷ്മം വീക്ഷിക്കുകയും സെൻസർ ചെയ്യുകയും സഭയുടെ വിശ്വാസ സത്യങ്ങൾക്കെതിരെയും പഠനങ്ങൾക്കെതിരെയുള്ള പ്രബോധനങ്ങളും പഠനങ്ങളും ഭാഷണങ്ങളും ഉള്ളെടുക്കുമ്പോൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇത്തരം കാര്യങ്ങളിൽ തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ സഭയും സഭാ നേതൃത്വം വരുത്തുന്ന വീഴ്ച സഭയുടെ സ്വയം നാശത്തിന് കാരണമാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളെല്ലാം മാരിയുടെ വാദഗതിക്കുള്ള മറുപടിയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. പ്രൈസ് ദി ലോർഡ്.